ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പൊതുവേ കളേഴ്സ് എന്ന് പറയുന്നത് കുറേയൊക്കെ നാച്ചുറൽ കളേഴ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു കളർ സ്കീം സാച്ചുറേറ്റഡിലോട്ട് മാറ്റാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ കളർ സ്കീം സാച്ചുറേറ്റഡ് കളേഴ്സിലോട്ട് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കളർ സ്കീം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഈ ഒരു സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെയും ഫോണുകളിൽ സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പം മുകളിൽ സെർച്ച് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. കളർ എന്നുള്ളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കളർ സ്കീം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ സാച്ചുറേറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം സാച്ചുറേറ്റഡ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളേഴ്സ് എടുത്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ കളർ ടെമ്പറേച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു കളേഴ്സ് സാച്ചുറേറ്റഡിലിടുക. അപ്പം നമ്മുടെ ഫോണിൽ കൂടുതൽ സാച്ചുറേഷൻ കൂടിയ കളേഴ്സ് കാണിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കളർ സ്കീം ആൻഡ്രോയിഡ് ഫോൺസിൽ സാച്ചുറേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.